ഹലോ, എൻ്റെ പേര് അനസ്. ഹായ്, എൻ്റെ പേര് ബാസിൽ. അതെ അതെ പറഞ്ഞാല് ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി, അങ്ങനെ പറയും. കട്ട് ചെയ്യാല്ലേ, സീനില്ല. ഓക്കെ, ഇതാണ് സീരിയസ് ചെയ്യുന്നത്. ഞാൻ നോർമലായിട്ട് പറയാം, എനിക്കത് ടെൻഷൻ ഉണ്ടാവും. ക്യാമറ മനസ്സിലായില്ല, മനസ്സിലായി ചോദിക്കാം. ഹലോ, എൻ്റെ പേര് അനസ്. ഹായ്, എൻ്റെ പേര് ബാസിൽ. ഞാൻ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ഒരാളാണ് ഒരു 2.5 വർഷമായിട്ട്. ഈവൻ ഫുട്ബോൾ കോച്ചാണ്. അപ്പോൾ നോർമലി ഞങ്ങളിങ്ങനെ സംസാരിക്കാറുണ്ട്. നോർമലി ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. നമ്മുടെ ലൈഫിൽ സംസാരിക്കുന്ന കുറേ കാര്യങ്ങൾ, ടോപ്പിക്സും കാര്യങ്ങളും റെലവൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഇതുപോലെ സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. ബാസിൽ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് തുടങ്ങാം? നമ്മൾ തുടങ്ങി നോക്കുക. ഒന്നെങ്കിൽ ഇത് ആകെ കത്തും, അല്ലെങ്കിൽ ചെക്കന്മാരെല്ലാരും കൂടി ഓക്കെ, എങ്ങനെയായാലും നമുക്ക് നോക്കാം. നമ്മൾ നോർമൽ സംസാരിക്കുന്ന കാര്യങ്ങളല്ലേ. ഓക്കെ, റീസെൻ്റ് ആയിട്ട് ഒരു ഓണപരിപാടിക്ക് ഒരാൾ എന്ത് ചെയ്തു, ഒരു കേരള സർക്കാരിൻ്റെ പരിപാടിക്ക് ഒരാൾ കൊഴിഞ്ഞു വീണ് കണ്ടില്ല. അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യാം നമുക്ക് ആ ഒരു സംഭവം? അതിലിപ്പോൾ 2 കാര്യങ്ങളാണല്ലേ. ഒന്ന്, ആ ഒരു പരിപാടി നടക്കുമ്പോൾ ആളൊരു യങ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആള് പെട്ടെന്ന് കുഴഞ്ഞു വീഴുക ഉണ്ടായത്. അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല അങ്ങനെ ഒരു സംഭവം. അവർ എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് തോന്നുന്നു ആ വീഡിയോ കണ്ടപ്പോൾ. അവര് സ്റ്റെപ്പാന്നുള്ള രീതിയിൽ നിൽക്കാൻ തോന്നുന്നു. അപ്പോൾ അതിൽ 2 കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, അങ്ങനെ യങ് ആയിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് കുഴഞ്ഞു വീഴുക. അതായത് കുഴഞ്ഞു വീഴുക എന്നുള്ള നമുക്ക് മോസ്റ്റ് പ്രോബബിലി അതൊരു കാർഡിയക് അറസ്റ്റ്, അതായത് ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. അതായത് ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും പ്രോബബിലി കുഴഞ്ഞു വീണ് മരിക്കുന്ന പ്രോബബിലി കൂടുതലും. രണ്ടാമത്, ഇതിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ കുഴഞ്ഞു വീണിട്ട് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. അതായത് അവർ നോർമലി എന്താണ് ഇത്രയും കാലമായിട്ട് ചെയ്തു പോരുന്നത്, അത് തന്നെയാണ് അവിടെ നടന്നത്. അല്ലാണ്ട് ഒരു എഫക്റ്റീവായിട്ട് ഇതിന് ആൾക്ക് ജീവൻ തിരിച്ചു കിട്ടുന്ന രീതിയിൽ മാനേജ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല. അപ്പം അത് എനിക്ക് തോന്നുന്നത് വലിയൊരു പ്രശ്നമായിട്ടാണ് തോന്നുന്നത്. കാരണം ഈ ഒരു കേരളം എന്ന് പറയുന്നത്, അതായത് അത്രയും ഒരു ലെവൽ ടീമായിരിക്കും അവിടെ കൂടിയിട്ടുണ്ടാവുക. കാരണം അത്രയും വലിയ പരിപാടിയാണ്. അപ്പോൾ ആ ഒരു ആൾക്കാർക്ക് പോലും ഈ ഒരു സിറ്റുവേഷനിൽ ഇത് എന്താ ചെയ്യേണ്ടതെന്നോ, ഇതിനെ എങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണമെന്നോ അത് ആരും അവയർനെസ് ഇല്ല. പെട്ടെന്ന് ആ സാധനം ആൾക്കാർ വന്നിട്ട് വിചാരിച്ചിട്ടില്ല. പക്ഷേ ഈ എമർജൻസീസ് എല്ലാം നമുക്ക് പെട്ടെന്നാണ് സംഭവിക്കുക. അപ്പൊ എമർജൻസിയിൽ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം? ആ സമയത്ത് വീഡിയോ തന്നെ കാണുന്നുണ്ട്, പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ നിന്നുപോയി. അപ്പൊ ആ സംഭവം എങ്ങനെ അവർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ അവർക്കില്ല. അപ്പൊ ആ ഒരു സംഭവമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ആ ഒരു സിറ്റുവേഷനൊക്കെ വന്നാലേ പല സാഹചര്യം നമ്മൾ കാണാനാണ്, അറിയണാണ്. പെട്ടെന്നുള്ള ഓരോ എന്താ പറയുക, അറ്റാക്ക്, കാര്യങ്ങൾ, കുഴഞ്ഞു വീഴുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണാം. അപ്പോൾ അതങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുക, അത് കുറേ ആൾക്കാർക്ക് അറിയില്ല ആ ഒരു സംഭവം. ഈ പറഞ്ഞ കറക്റ്റാണ്. അതായത് ആൾക്കാർക്ക് അറിയില്ല. അറിയാത്തതിന്റെ കാരണം എനിക്ക് തോന്നുന്നത് മെയിനായിട്ട് ഈ ഒരു സംഭവം പഠിപ്പിച്ചു കൊടുക്കണില്ല. നമുക്ക് ആരെങ്കിലും സ്കൂൾ ലെവലിലോ കോളേജ് ലെവലോ അതിലാരും പഠിപ്പിച്ചു തരുന്നില്ല എങ്ങനെ ഒരു സംഭവം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എല്ലാവർക്കും അറിയുന്ന ഒരു വണ്ടി വിളിച്ചിട്ട് എടുത്തിട്ട് പോകാന്നുള്ളൂ. അല്ല, അതിലപ്പുറം ആളെ ജീവൻ നിലനിർത്താൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്നുള്ള ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഇപ്പം നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമെങ്കിലും നമ്മുടെ ശരീരത്തിനെ കുറിച്ചോ, ശരീരത്തിന് എന്ത് സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു അവയർനെസ് ആർക്കും ഇല്ല. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എന്ന് പറയുന്നത്, ഇതിലിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ എമർജൻസി വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ആൾക്കാർക്ക് കുറേ പറഞ്ഞു കൊടുത്താലും ആൾക്കാർ മറക്കുകയാണ്. അതിൽ സിമ്പിളായിട്ട് ഇപ്പോൾ എങ്ങനെ വെച്ചാൽ BLS എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. BLS എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു കോഴ്സാണ്. BLS എന്നുള്ള ആ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ ആ രീതിയിലായിരിക്കണം നമ്മളിങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു എമർജൻസി കേസ് വരുമ്പോൾ. അപ്പോൾ അതിൽ കുറച്ച് സ്റ്റെപ്പായിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു സീൻ സേഫ്റ്റി എന്നാണ്. സീൻ സേഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അങ്ങനെ ഒരു സംഭവം നടക്കുന്ന സ്ഥലം സേഫ് ആണോ നോക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ അതിന് എക്സാമ്പിൾ എന്താ വെച്ചാൽ, ഇപ്പോൾ നടുറോട്ടുള്ള ഒരു സ്ഥലത്താണെന്നെങ്കിൽ ആ സ്ഥലം സേഫ് അല്ല എന്ന് അതിനർത്ഥം. ആ സ്ഥലത്ത് നമ്മൾ പോയി ഇറങ്ങിയാൽ നമുക്കും പ്രശ്നമാണ്, ഓർക്കും പ്രശ്നമാണ്. അപ്പോൾ ആദ്യം തന്നെ ആ സീൻ സേഫ് ആക്കുക എന്നുള്ളതാണ്. സീൻ സേഫ് ആക്കുക എന്ന് പറഞ്ഞാൽ ആ സേഫ് ആയിട്ടുള്ള ഒരാൾക്ക് ആളെ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ നടക്കുന്ന ഒരാൾ ഓൾറെഡി സേഫ് ആയിട്ടുള്ള സീനാണ്, ഒരു സ്റ്റേജിലാണ്, അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആളുടെ റെസ്പോണ്ടും നോക്കാണ്. ആൾ റെസ്പോണ്ട് നമ്മളിപ്പോൾ ഈ ഒരു സാധനം നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യും. നമ്മളൊരാൾ വീണതിൽ നമ്മളെന്തായാലും ആളെ തട്ടി നോക്കും, ഇല്ലേ? നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ആദ്യം അടുത്ത് നോക്കേണ്ടത് ആളെ റെസ്പോണ്ട് ഉണ്ടോ, ആളെ തട്ടിയിട്ടോ സൗണ്ടിൽ വിളിക്കുക, എന്താ ഓക്കെ ആണോ എന്നുള്ളത്. അപ്പം അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുക. ഒന്നില്ലെങ്കിൽ ആൾ റെസ്പോണ്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ 2 ചാൻസ് ആണല്ലേ. ഇപ്പം റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഓക്കെ, ആൾക്ക് ജീവനുണ്ടെന്ന് അർത്ഥം. അപ്പം നമ്മൾ അധികം പേടിക്കണ്ട. ആൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അപ്പം റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിലാണ് നമ്മൾ പേടിക്കേണ്ടത്. അപ്പം എന്തോ ഒരു സംഭവം അബ്നോർമാലിറ്റി അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു എമർജൻസി സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു എമർജൻസി സിസ്റ്റം നമുക്ക് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം? ഒന്നിൽ ആംബുലൻസും കാര്യങ്ങളോ അല്ലെങ്കിൽ മെഡിക്കൽ ടീമിനെ അങ്ങനെ എന്തെങ്കിലും വിളിച്ചിട്ട് ആ എമർജൻസി സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കോറായിട്ട് ചെയ്യും. ഇതൊക്കെ ചിലപ്പോൾ നോർമലി ആൾക്കാർ ചെയ്യാം. ഇതൊക്കെ നോർമലി ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സാധനമുണ്ട്, അതാണ് വൻ ഇമ്പോർട്ടൻ്റ്. അതായത് ആൾക്ക് പൾസ് ഉണ്ടോ, ആള് ശ്വാസം എടുക്കുന്നുണ്ടോ നോക്കുക. എന്തിനാ പൾസ്
അതല്ല നോക്കാം. ഫസ്റ്റ് അല്ല അതല്ല നോക്കണ്ടി. അല്ല അതെന്താ വെച്ചാൽ ഫസ്റ്റ് നമ്മൾ അതല്ല നോക്കണ്ടി. ഇത് ഇങ്ങനെ പഠിപ്പിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇത് മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ പഠിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതിലൊരു സാധനം നമുക്ക് മിസ് ചെയ്തുകൂടാ. കാരണം ഇതിലൊരു സാധനം ഇപ്പോൾ സീൻ സേഫ്റ്റി ചെയ്ത് ഇതൊക്കെ നോക്കിയിട്ട് വേണം റെസ്പോണ്ട് നോക്കി ഇങ്ങനെ ആ സ്റ്റെപ്പ് പഠിക്കാൻ. കാരണം നമ്മൾ എന്തൊരു കാര്യം പഠിക്കുകയാണെങ്കിലും അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കണം. കാരണം ഇത് സ്റ്റെപ്പായി പഠിച്ചില്ലെങ്കിൽ നമ്മൾ മുന്നത്തെ കാര്യമൊക്കെ നമുക്ക് മിസ്സായി പോകും. ഓക്കെ, ഇപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്ന കാര്യമല്ല. ഇത് വളരെ മിനിമൽ സെക്കൻഡ് കൊണ്ട് നടക്കുന്ന കാര്യം. ഇപ്പോൾ സീൻ സേഫ് ആണെന്നുള്ള നമുക്ക് അധികം സമയമാണ് കണ്ടാൽ അറിയില്ല ഇത് സീൻ സേഫ് ആണല്ല എന്നുള്ളത്. റെസ്പോണ്ട് നോക്കാൻ സെക്കൻഡ് കൊണ്ട് കഴിയും. പിന്നെ നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ ഒരു ആംബുലൻസ് വിളി ഒരാളോട് പറയാൻ അത് സെക്കൻഡ് കൊണ്ട് കഴിയും. പിന്നെ നമ്മൾ നോക്കുന്ന 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൾസും റെസ്പിറേഷൻ ഉണ്ടോന്നാണ്. ഓക്കെ, പൾസ് റെസ്പിറേഷൻ ഉണ്ടോ നോക്കുന്നത് എന്തിനാ വെച്ചാൽ പൾസ് നോക്കുന്നത് എന്തിനാ ആളുടെ ഹാർട്ട് വർക്കിംഗ് ആണോന്ന് അറിയാൻ. ഹാർട്ട് വർക്കിംഗ് ആണോന്ന് അറിയുന്നതിന്റെ ഒരു ലക്ഷണമാണ് പൾസ്. എന്ന് വെച്ചാൽ ആൾക്ക് ജീവൻ ഉണ്ടോ എന്ന് അറിയണം. ഹാർട്ട് നിന്നാലാണല്ലോ നമ്മൾ ഒരാൾ മരിച്ചെന്ന് പറയാം. അതിന്റെ കൂടെ ആൾ ശ്വാസം എടുക്കുന്നുണ്ടോ നോക്കാം. അപ്പൊ അത് നോക്കണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പൾസ് നോക്കാൻ. പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ കരോട്ടിന്റെ പൾസ് നല്ല പൾസാണ് നോക്കുക. നമ്മളിവിടെ കൈ വെച്ചിട്ട് മെല്ലെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യും. അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കാന്നല്ല, നമുക്ക് നമ്മളെ ശരീരത്തിൽ നോക്കുക പൾസ് എവിടെ കിട്ടാന്നുള്ളത്. ആ പൾസ് ഉണ്ടോ നമ്മൾ നോക്കുക. അതിന്റെ കൂടെ തന്നെ ശ്വാസം എടുക്കണ്ടോ നോക്കാൻ സിമ്പിൾ അല്ലേ. ശ്വാസം എടുക്കണ്ടോ നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മളെ വാപ്പാരത്തൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടാവും. ആള് വെറുതെ വയറ് പൊന്തുണ്ടോ നോക്കും. ആ പരിപാടി തന്നെ. ആളുടെ ചെസ്റ്റ് റൈസ് ഉണ്ടോ നോക്കുക. അങ്ങനെ ആള് ശ്വാസം എടുക്കണ്ടോ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ നോക്കുക. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് മനസ്സിലാവും ആള് ശ്വാസം എടുക്കുന്നുണ്ട്. അതുപോലെ ഇതുണ്ടെങ്കിൽ അമ്മ സേഫാണ്, നമ്മൾ പേടിക്കണ്ട. കാരണം ആൾക്ക് ജീവനുണ്ട്. ഇപ്പൊ ഇതില്ലാത്ത സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഇവിടെ നോക്കിയിട്ട് പൾസ് നമുക്ക് കിട്ടുന്നില്ല, ആള് ശ്വാസം എടുക്കുന്നില്ല. അപ്പൊ എന്തോ ഒരു സംഭവത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ചെയ്യേണ്ടത് CPR ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, CPR ചെയ്യാൻ ഉദ്ദേശം എന്താ വെച്ചാൽ ഈ നിന്ന ഹൃദയത്തിന് നമ്മൾ മാനുവലി നമ്മൾ പ്രസ് ചെയ്തിട്ട് ബ്ലഡ് പമ്പിങ് കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ആ ഹൃദയം നിന്നുപോയി. ആ ഹൃദയം നിൽക്കുമ്പോൾ നമുക്കറിയാം ഹൃദയമാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. ആ ബ്ലഡ് പമ്പിങ് അവിടെ കട്ടായി. അപ്പൊ നമ്മൾ നെഞ്ചിൽ അമർത്തിയിട്ട് ആ ബ്ലഡിന്റെ പമ്പിങ് വീണ്ടും കൊണ്ടുവരികയാണ്. അതിന് കൂടെ തന്നെ ആൾക്ക് കൃത്യമായിട്ട് ശ്വാസം കൊടുക്കുക. അതിന് ആ ശ്വാസം കൊടുക്കുമ്പോൾ ആ ഓക്സിജനേഷൻ എന്നുള്ള പരിപാടി അവിടെ നടക്കും. ആ രീതിയിൽ വേണം നമ്മൾ ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. ആ രീതിയിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചാലാണ് ആൾക്ക് നമുക്ക് എന്തെങ്കിലും നമ്മൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ നമ്മൾ റിസസിറ്റേറ്റ് ചെയ്യുമ്പോഴും ആളെ കിട്ടാനും ആളെ കിട്ടിയിട്ട് ആളെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാനോ ഉള്ള ചാൻസ് നമ്മൾ ആ രീതി ചെയ്താലാണ്.